കാളിയമ്മയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി എന്തെല്ലാം കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിച്ചാൽ സർവവിധ ദുരിതങ്ങൾ മാറുന്നതിനും ശത്രുദോഷങ്ങൾ അകന്നു പോകുന്നതിനും ഉത്തമമായ പ്രതിവിധിയാണ് ഭദ്രകാളി അമ്മയെ പൂജിച്ചാരാധിക്കുക എന്നത്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഭരണി നക്ഷത്രവും അഷ്ടമി ധൃതി തുടങ്ങിയ ദിവസങ്ങളിലും അമ്മയെ പൂജിച്ചാരാധിച്ചാൽ വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. കൊടുങ്ങല്ലൂർ, ആറ്റുകാൽ, ചട്ടിക്കുളങ്ങര, ചോറ്റാനിക്കര കൂടാതെ അങ്ങാടിപ്പുറം എന്നീ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും ദേവിയെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമായിട്ടുള്ളതാണ്. കൂടാതെ പട്ടും താലിയും സമർപ്പിക്കുന്നത് അമ്മയുടെ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നേടിത്തരുന്നതിനും കൂടാതെ വിവാഹാദി കാര്യങ്ങൾ നടക്കുന്നതിനും വളരെയധികം ഉത്തമമായിട്ടുള്ളതാണ്. കടും പായസം കാര്യവിജയത്തിനും, പുഷ്പാഭിഷേകം ഐശ്വര്യത്തിനും, സഹസ്രനാമാർച്ചന കാര്യവിജയത്തിനും വളരെയധികം നന്മകൾ നൽകുന്നതാണ്. കൂടാതെ പൂമൂടൽ ദുരിതശാന്തിക്കും വളരെയധികം നന്മകൾ നൽകുന്നതാണ്. കുങ്കുമാർച്ചന കാര്യവിജയത്തിനും, ചാന്താട്ടം ശത്രുദോഷത്തിനും വളരെയധികം പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി ഇതേ രീതിയിൽ ചെയ്തുകൊണ്ട് അമ്മയെ മനസ്സറിഞ്ഞുകൊണ്ട് വിളിച്ചാൽ അമ്മ വിളിപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടും അമ്മയുടെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചുകൊണ്ടും അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി എല്ലാവരും പ്രാർത്ഥിക്കുക. അമ്മയുടെ എല്ലാവിധ ഗുണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതും നിങ്ങളുടെ ജീവിതം വളരെ ധന്യമായി തീരുന്നതുമാണ്. എല്ലാവരും ഇതേ രീതിയിൽ ചെയ്തുകൊണ്ട് അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരും ഇങ്ങനെ ചെയ്യുക. ഇതുവഴി നിങ്ങളുടെ എല്ലാവിധ കഷ്ടനഷ്ടങ്ങൾ തീരുന്നതും നിങ്ങളുടെ എല്ലാവിധ പാപങ്ങൾ തീരുന്നതിനും വളരെ ഉത്തമമായ പ്രതിവിധിയാണിത്. എല്ലാവരും ഇതേ രീതിയിൽ ചെയ്തുകൊണ്ട് ദേവിയുടെ കൃപാകടാക്ഷങ്ങൾക്കായി പ്രാർത്ഥിക്കുക. സർവർക്കും സർവമംഗളങ്ങളും അമ്മ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.